السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ചതുകൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ റമളാനിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ നിർവഹിച്ച നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നോമ്പും നമസ്കാരങ്ങളും ദുആകളും ദിക്റുകളും നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാം നാളെ മഹ്ശറാ വൻസഭയിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, നമ്മുടെ കണ്ണുകൾക്ക് കൺകുളിർമയാകുന്ന സ്വാലിഹായ കർമ്മങ്ങളായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കിട്ടുന്നു, അത് ആ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് റസൂലുള്ളാഹിക്ക് മക്കത്ത് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. കൂടെ കൂടുന്ന ആളുകളെയും ഒക്കെ വളരെ വലിയ പ്രതിരോധത്തിലാക്കുക എന്നതായിരുന്നു ഖുറൈശികൾ ചെയ്തിരുന്നത്, മുശ്രിക്കുകളായ ആളുകൾ ചെയ്തിരുന്നത്. അവസാനം 13ാമത്തെ വർഷം ആയപ്പോഴേക്ക് കൂടുതൽ ഗൗരവത്തോടു കൂടി അവര് പ്രതിരോധത്തിലേക്ക് എത്തി. ഇനി മുഹമ്മദിന്റെ തലയെടുത്ത് വരുന്ന ആളുകൾക്ക് 100 ഒട്ടകത്തെ തരാമെന്ന് അവര് വിളംബരം ചെയ്തു. അന്ന് 100 ഒട്ടകത്തെ ലഭിക്കുക എന്നത് അവരുടെ കൂട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനാവാനുള്ള ഒന്നായി മാറി. അതുകൊണ്ട് തന്നെ ദുനിയാവിനോടും സമ്പത്തിനോടും ആർത്തിയുണ്ടായിരുന്ന ആളുകൾ അവർ പറന്നു നടക്കാൻ തുടങ്ങി. മുഹമ്മദിനെ കിട്ടിയാൽ മതി, ജീവനോടെ വേണമെന്നില്ല. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്രക്ക് അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നത്. അവിടെ നിന്ന് അവർ യാത്ര പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ളത്. രണ്ടാൾക്കും ഈ പറന്നു നടക്കുന്ന ആളുകളുടെ കണ്ണിൽപ്പെടാതെ മദീനയിൽ എത്തുവാനുള്ള വഴി അറിയില്ല എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹിയുടെ അവസ്ഥ. കാരണം മദീനയിലേക്കുള്ള ദിശ അറിയാം, മക്കത്ത് എങ്ങനെയാണ്ട് പോയാൽ മദീനത്തേക്ക് എത്തും എന്നറിയാം. പക്ഷേ പോകുന്നിടത്ത് ആളുകൾ കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടി റെഡിയായിട്ട് നടക്കുന്ന ആളുകൾ. അപ്പൊ ഈ ആളുകളില്ലാത്ത വഴികളിലൂടെ എങ്ങനെ മദീനയിലെത്തും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു വഴി എനിക്കും അറിയില്ല. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിത്യസഞ്ചാരിയായ എല്ലാ വഴികളും അറിയുന്ന ഒരു യാത്രക്കാരൻ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പക്ഷെ അയാൾ മുസ്ലിം അല്ല നബിയെ, നമ്മളെ കൂടെ ഒന്നുമില്ല, മുസ്ലിം അല്ല, പക്ഷെ വിശ്വസിക്കാൻ ആള് ചതിക്കൂല. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ട് വഴി കാണിച്ചു തരാൻ അദ്ദേഹം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തായിരുന്നു അത്. മദീനയുടെ അതിർത്തി വരെ അവിടെ റസൂലുള്ളാഹി വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോ വലിയ വലിയ മരങ്ങൾക്ക് മുകളിൽ അവർ കാത്തു നിൽക്കുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹിനെ ആദ്യം കാണാൻ വേണ്ടിയിട്ട്. ഈ ആദ്യം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരിൽ വിശ്വാസികളല്ലാത്ത ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. മുഹമ്മദിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ആരവത്തിൽ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരതാ വരുന്നു, ആ വരുന്നത് മുഹമ്മദാണ് എന്നൊരാൾ വിളിച്ചു പറഞ്ഞു മരത്തിന്റെ മുകളിൽ നിന്ന്. അപ്പൊ താഴെ നിൽക്കുന്ന ആളുകൾക്ക് അത്ര ദൃശ്യമല്ല, കാണുന്നില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരിടത്തം കണ്ട് എത്തിച്ചതിന് ശേഷമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. ഈ ഒരു രംഗം റസൂലുള്ളാഹി മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും മക്കയിലുണ്ടായിരുന്ന ഈ ശല്യക്കാർ ശല്യം നിർത്തിയില്ല എന്ന് മാത്രമല്ല, അവർ വലിയ ഭീഷണികൾ മുഴക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ കൂടെ മദീനയിലേക്ക് പോയ ആളുകൾ ഇനിമേൽ മക്കയിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അവർ അതിർത്തിയിൽ ബോർഡ് വെച്ചു, മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ കാണാൻ
ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നുള്ള അതിർത്തി ബോർഡ് വെച്ചു. മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. വലിയ ഭീഷണികളും ഉപരോധങ്ങളും പിന്നെയും തുടരുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും മദീനയിൽ വന്ന് നിങ്ങളെ ശരിയാക്കും, നിങ്ങളവിടെ താമസിക്കാൻ സമ്മതിക്കൂല, അവിടെ വെച്ച് നിങ്ങളെ തീർക്കും എന്നുള്ള ഭീഷണികൾ നിരന്തരം. അപ്പോഴാണ് ഹിജറ 2 ഇതുപോലത്തെ ഒരു റമദാനിൽ ഇതുപോലത്തെ ഒരു ദിവസം റസൂലുള്ളയും ഏതാനും സ്വഹാബിമാരും, ആകെ മക്കയിൽ നിന്ന് മുഹാജിറുകളായി വന്നവർ 200-ൽ താഴെ ആളുകളെ ഉള്ളൂ. മദീനത്ത് വന്ന് 2 വർഷം കഴിഞ്ഞിട്ടും ഈ 200-ഉം ബാക്കിയും കൂടി കൂടിയിട്ടാണ് 315 ആളുകളായത്. 315 ആളുകളാണ് ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയത്. അതിൽ 2 ആളുകളെ റസൂലുള്ളാഹി തിരിച്ച് മദീന പള്ളിയിലേക്ക് തന്നെ അയച്ചിട്ടാണ് 313 എന്ന് പറയുന്ന അത്രയും ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത സ്വഹാബിയായിരുന്നു. ഒരു സമരമുഖത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരാള് മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രയാസമാകും എന്ന നിലയിലും മദീന പള്ളിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചയക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഒരാളെയും കൂടി, കുറച്ച് വൈഫായിട്ടുള്ള ഒരു സഹോദരനും കൂടി അദ്ദേഹത്തിനോടൊപ്പം അയച്ചു. 315 ആളുകൾ ഇറങ്ങിയതിൽ 2 പേര് മദീനയിലേക്ക് തിരിച്ചുപോയി. ഇവര് 313 ആളുകൾ വന്നു എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. എന്തിനാണ് ഇവർ ബദറിലേക്ക് വന്നത്? ഈ ബദറിലേക്ക് അവർ വരാനുണ്ടായ കാരണം, മുഹാജിറുകളായി മക്കയിൽ നിന്ന് വന്ന ആളുകളുടെ സമ്പത്തും അവരവിടെ ഇട്ടേച്ച് പോകുന്നതൊക്കെ ഇവർ കയ്യേറിയിട്ടുണ്ട്. അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇവരെ ഇവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ സമ്മതിക്കൂല എന്നുള്ള ഭീഷണിയും. അപ്പോ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പോയിട്ടുള്ള കച്ചവട സംഘം തിരിച്ചു വരുമ്പോ അവരെ തടഞ്ഞു നിർത്താം. മുഹാജിറുകളുടെ സമ്പത്ത് മക്കയിൽ വെച്ച് കൊള്ളയടിച്ച് അത് കൈവശപ്പെടുത്തിയതിനു പകരം ഇവരുടെ ഈ കച്ചവട സംഘത്തിലെ സാധനങ്ങൾ കൈവശപ്പെടുത്താം. മാത്രവുമല്ല, ഇനിയും മദീനയിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി താമസിക്കാൻ നിങ്ങൾ തടസ്സമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇതുവഴിയുള്ള യാത്ര നിങ്ങൾക്കും തടസ്സമാകും എന്ന ഒരു താക്കീത് കൊടുക്കുക. 100% ന്യായമായ ഒരു സമരം. അതുകൊണ്ടാണല്ലോ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല കാര്യങ്ങളിലും വിമർശന വിധേയമായിക്കൊണ്ട് പറഞ്ഞ ആരും തന്നെ ബദർ സമരത്തെ അത് വല്ലാത്തൊരു കടന്നുകയറ്റമായിരുന്നു, പിടിച്ചുപറിയായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ആരും പറഞ്ഞിട്ടില്ല. കാരണം അതൊരു ന്യായമായ, ലോകത്തിന്റെ മുമ്പിൽ 100% ന്യായമായ ഒരു സമരമായിരുന്നു റസൂലുള്ളാഹി ഒരുങ്ങി ബദറിലേക്ക് പോയത്. ആ സംഘത്തെ തടയുക, അവർക്ക് താക്കീത് കൊടുക്കുക. പക്ഷെ ഇവര് ബദറിൽ ചെന്നു കാത്തിരുന്നു. റസൂലുള്ളാഹിയും ഈ സ്വഹാബിമാരും കാത്തിരുന്നു. അബൂ സുഫിയാനും സംഘവും വരുന്നതും കാത്തിരുന്നു. അതിനു മുമ്പ് ഈ ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള ഈ സ്വഹാബിമാർക്ക് വേണ്ടിയിട്ട് 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചതുണ്ട്. ആ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ഉമ്മത്തിന് അറിയാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാണ്. കാരണം ആരായിരുന്നു റസൂലുള്ളാഹിയുടെ കൂടെ ആ പുറപ്പെട്ട ആളുകൾ, ഈ 300 ചില്ലറ ആളുകൾ, എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് ഈ 3 പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടണം. ആ 3 പ്രാർത്ഥനയിൽ ബോധ്യപ്പെടാത്തതിന്റെ കുഴപ്പമാണ് ഇന്നും പള്ളികളിൽ ഇരുന്നു കൊണ്ട് ആ ബദരീകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടായത്. ഈ ഒരു പ്രാർത്ഥന അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ പിന്നെ ബദരീകളെ വിളിച്ച് പ്രാർത്ഥിക്കൂല. ഇതറിഞ്ഞാൽ മാത്രം മതി. അത്രയും ശ്രദ്ധേയമായ 3 പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത്, ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിലുഹും. അല്ലാഹുവേ, എൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് അവരുടെ പാദരക്ഷയില്ലാത്ത ആളുകളാണ്, കാലിൽ ചെരുപ്പില്ലാത്ത ആളുകളാണ്. ബദറിലേക്ക് അത്യാവശ്യം കിലോമീറ്റർ പോവാനുണ്ട്, നടന്നു പോകണം. വാഹനങ്ങളില്ല. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ വാഹനങ്ങളില്ല, കുതിരകളില്ല, ഒട്ടകങ്ങളില്ല. ഇവർക്ക് എല്ലാവർക്കും കൂടി പോകാനുള്ള അത്ര ഇല്ല. വളരെ കുറഞ്ഞതേ ഉള്ളൂ, 7 8 എന്നൊക്കെ പറയുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഈ നടന്നു പോകുന്ന ആളുകൾക്ക് മരുഭൂമിയിലെ പാറകളും കല്ലുകളും കാലിന് വലിയ പ്രശ്നമാണ്. അവിടുത്തെ മൂർച്ചയുള്ള കല്ലാണ്. ഇപ്പോഴും നമുക്കൊന്നും അവിടെ പല സ്ഥലത്തും നടക്കാൻ പറ്റൂല ചെരുപ്പില്ലെങ്കിൽ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇവരവിടെ എത്തുന്നത് വരെ ഇവരുടെ കാലുകൾക്ക് നീ രക്ഷ നൽകണേ. അല്ലാഹുവേ, ഇവരുടെ കാലുകളിൽ
പാദരക്ഷയില്ല, അവർക്ക് നീ പാദരക്ഷ നൽകണമേ എന്നാണ് ആ പ്രയോഗത്തിന്റെ, ആ പ്രാർത്ഥനയുടെ അർത്ഥം. പക്ഷെ അത് വലിയ ഒരുപാട് തലങ്ങളുള്ളതാണ്. കാരണം ബദർ കഴിഞ്ഞു വരുമ്പോൾ ഇവർക്ക് റസൂലുള്ളാഹി ചോദിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട്. ബദർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിച്ച മുഴുവനും അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫഅക്സുഹും. പടച്ചവനെ, ഇവർ ഈ ഉടുത്ത വസ്ത്രത്തിനപ്പുറം ഇനിയൊരു വസ്ത്രം അവർക്ക് വേറെ ഇല്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണല്ലോ, അവർക്ക് നീ വസ്ത്രം നൽകി അനുഗ്രഹിക്കണേ. പിന്നെ പറയുന്നത് അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ. അല്ലാഹുവേ, വേണ്ട വിധത്തിൽ ഭക്ഷണം കഴിച്ച് പരിചയമില്ലാത്ത, ഓർമ്മയില്ലാത്ത ആളുകളാണ്. ഭക്ഷണം ശരിക്കും കഴിച്ചിട്ടില്ല, പട്ടിണിപ്പാവങ്ങളാണ്. പട്ടിണിയാണ് അവരുടെ ജീവിത ശൈലി, പട്ടിണിയാണ്. വയറ് നല്ലപോലെ ഒന്ന് വയററിഞ്ഞൊരു ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അപ്പൊ ഓരോ നമ്മുടെ ഉമ്മമാരും പറയും, നബിയെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ പറയും, എന്നാ പിന്നെ അത് നോമ്പാണ് എനിക്ക്. അത് സുന്നത്ത് നോമ്പിന് ഫജ്ർ കഴിഞ്ഞാലും നിയത്ത് ഉണ്ടായാൽ മതി എന്ന് പറയുന്നതിന്റെ തെളിവും കൂടി അതാ. ഫർദ് നോമ്പിന് പറ്റൂല. നോക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ ചെന്നിട്ട് എന്താന്ന് നമുക്കൊന്ന് കഴിക്കാനുള്ള, ആ ദിവസത്തെ കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാന്ന് റസൂലുള്ളാഹിന്റെ വീടിന്റെ സ്ഥിതിയായി പറയണത്. ആ റസൂലുള്ളാഹിനെ കാട്ടിയിട്ടാണ് 40,000 കോടി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയത്. ആ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് 40,000 കോടി, 40 തലമുറക്ക് എങ്ങനെ കഴിഞ്ഞാലും അവസാനിക്കാത്ത അത്ര സമ്പത്ത് ഒരു മനുഷ്യൻ ഈ റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ടുണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കാണ് ആ റസൂലുള്ളാഹിന്റെ വീടിന്റെ സ്ഥിതി. കഴിക്കാൻ ഭക്ഷണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വീട്ടിൽ വന്നപ്പോൾ പറയും, നബിയെ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്ന് ഒരു സഹോദരി 2 കുട്ടികളെയും 2 ഭാഗത്തും ഇങ്ങനെ തൂക്കി പിടിച്ചും കണ്ടു വന്നു, ചെറിയ കുട്ടികളെ. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും തരാണ്ടോ, വിശന്നിട്ട് കണ്ണ് കാണില്ല. അപ്പൊ എന്റെ അടുത്ത് 3 ഈത്തപ്പഴം ഉണ്ടായിരുന്നു നബിയെ, 3 ഈത്തപ്പഴം. ഞാൻ അത് 3ഉം അവർക്ക് കൊടുത്തു. അവര് ഓരോ ഈത്തപ്പഴം ഓരോ കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികൾ അത് പെട്ടെന്ന് കഴിച്ചു. 3ാമത്തത് അവൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആ കുട്ടികൾ അത് അവര് ചോദിച്ചു. അപ്പൊ അവര് കഴിക്കാതെ അത് 2 കഷ്ണമാക്കി 2 കുട്ടികൾക്കും കൊടുത്തു. എനിക്ക് ഇഞ്ഞു ആ ഉമ്മക്ക്, ആ സഹോദരിക്ക് ഒന്ന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നബി ഇവിടെ ഇല്ലായിരുന്നല്ലോ. കണ്ടോ നിങ്ങള്, ഇവിടെ വേറെ ഇല്ല. അത് കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത സങ്കടം എന്ന് പറയാം, നബിയെ എനിക്ക് ഒന്നും കൂടി കൊടുക്കാൻ താല്പര്യമുണ്ടെന്നില്ല. അതാണ് അവരുടെ സ്ഥിതി. റസൂലുള്ളാഹി അവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സഹോദരി ചെയ്ത, സ്വന്തം വിശപ്പുണ്ടായിട്ടും ആവശ്യം ഉണ്ടായിട്ടും കുട്ടികൾക്ക് അത് പകുത്തു കൊടുത്തത് അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അവിടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് അവരുടെ സ്ഥിതി. ആ റസൂലുള്ളാഹിയാണ് കൂടെ നടക്കുന്ന സ്വഹാബിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅബ്ശിഉഹും ഫഅശ്ബിഉഹും. അല്ലാഹുവേ, ഇവർ ഭക്ഷണം നൽകണം കേട്ടോ, ഇവർക്കത് ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം അല്ലാഹുവേ നീ ഉണ്ടാക്കണം. ഇത് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ ബദറിലേക്ക് പോകുന്നത്. അബൂ സുഫിയാനും അവന്റെ സംഘവും ചെറിയ ഒരു സംഘത്തെ അവരൊന്ന് തടഞ്ഞു നിർത്തി ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന്. എന്നാൽ ഈ വിവരം, റസൂലുള്ളയും ഒരു സംഘവും ബദറിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അബൂ സുഫിയാൻ ലഭിച്ചു. അബൂ സുഫിയാൻ ഉടനെ തന്നെ മക്കയിലേക്ക് ആളെ വിട്ടു. ഇവർ കാണാത്ത വേറൊരു വഴിയിലൂടെ ആളെ വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളെ തടയാൻ മുഹമ്മദും സംഘവും അവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മക്കക്കാർ വന്നിട്ട് ഞങ്ങളെ സഹായിക്കണം. അവരത് കേട്ടപാടും ഒരുങ്ങി. കാരണം അവരെ അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് കടന്നു കയറാനുള്ള തിടുക്കത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. ഇതുകൂടി കേട്ടതോടുകൂടി അവരും ഒരുങ്ങി. 1000-ഓളം വരുന്ന ഒരു സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അബൂ സുഫിയാനും സംഘവും ഈ ബദറല്ലാത്ത മറ്റൊരു വഴിയിലൂടെ അവരും കഴിച്ചില്ലായി. റസൂലുള്ളാഹി സംഘം കാത്തിരിക്കുക, അവരിപ്പോ വരുന്നു പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ, ആരാ ഇരിക്കണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. കൂടെയുള്ളതോ അള്ളാഹുവിന്റെ ഉന്നതരായ ഔലിയാക്കൾ, അല്ലേ? ഏറ്റവും കറകളഞ്ഞ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ 100% അള്ളാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഔലിയാക്കൾ. ഇവർക്ക് ആർക്കും, അബൂ സുഫിയാനും സംഘവും വഴിമാറിപ്പോയ ആ ഒരു സംഭവം ഇവർക്ക് ആർക്കും അറിഞ്ഞില്ല.
നമ്മളെ നാട്ടിലുള്ളവരോ എന്തൊക്കെ ഓരറിയാത്ത ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവസാനം നോട്ട് നിരോധിച്ചപ്പോൾ അത് മാത്രം അറിഞ്ഞില്ല. ഒരുപാട് തങ്ങന്മാരെയും ഈ പറഞ്ഞ പാപ്പന്മാരെയും ഒക്കെ നോട്ട് അവസാനം ബാങ്കിലും കൂടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അത് ഓരറിഞ്ഞില്ല. അത് വല്ലാത്ത വിഷമായി പോയി. ഇങ്ങനെയുള്ള ഈ കള്ളവാദികളുടെ മുഴുവൻ കള്ളത്തരങ്ങളും ബദറിന്റെ ചരിത്രത്തിൽ പൊളിഞ്ഞു പോണം. അതിന്റെ ഒന്നാമത്തെ പൊളിയല അബൂ സുഫിയാനും സംഘം വഴിമാറിപ്പോയത് റസൂലുള്ളാഹിക്ക് അറിഞ്ഞില്ല. എന്തേ? വലൗ കുൻതു അലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സറുതു മിനൽ ഖൈർ, എനിക്ക് ധാരാളം ഖൈർ ഉണ്ടാക്കാമായിരുന്നു. വമാ മസ്സനിയ സൂ, എനിക്കൊരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല. പക്ഷെ എനിക്ക് മറഞ്ഞ കാര്യം അറിയില്ല. ഇത് ഖുർആനിലൂടെ അല്ലാഹ് റസൂലിനോട് പറയാ, നബിയെ നിങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയുമെന്ന ഒരു വിചാരം കൂടെ ഉള്ള ആൾക്കാർക്കും വേണ്ട, ഇനി വരാനിരിക്കുന്നവർക്കും വേണ്ട. അതുകൊണ്ട് പ്രഖ്യാപിക്കണം, നിങ്ങളെ ശരീരത്തിന് സ്വന്തം എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങളെ പറ്റിയിട്ട് ഇനി ആളുകൾ എന്ത് വിചാരിക്കാൻ പാടില്ല. ആളുകള് ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ ഇനി പറയണ്ട, മൂസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ പറയണ്ട, ഇബ്രാഹിം നബിയെ പറഞ്ഞതുപോലെ നിങ്ങളെ പറ്റിയിട്ട് ഇനി ഒരു കൗമ പറയണ്ട. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു കഴിവുമില്ല. നിങ്ങളെ സ്വന്തം ശരീരത്തിന് ഒരു ഗുണമോ ദോഷമോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത്ര കൃത്യമായിട്ട് പറഞ്ഞു. ഏതായിരുന്നാലും മക്കയിലെ ആളുകൾക്ക് വിവരം കിട്ടിയതിനനുസരിച്ച് അവരവിടെ നിന്ന് പുറപ്പെട്ടു. ആ പുറപ്പെടുന്ന സംഘം ആദ്യം പോയത് കഅബയിലേക്കാണ്. അവര് നേരെ കഅബയിലേക്കാ ചെന്നത്. ആര്? മുഹമ്മദുർ റസൂലുള്ളയെയും സംഘത്തെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ കഅബയിലേക്കാ പോയത്. ആ കഅബയുടെ അടുത്തതിന്റെ ചാരത്ത് നിന്ന് അതിന്റെ ആ കില്ല അതിൽ പിടിച്ചുകൊണ്ട് അബൂജഹൽ പറയാണ്, ഈ കഅബയുടെ നാഥനായ റബ്ബേ, ഞങ്ങള് ബദറിലേക്ക് പുറപ്പെടുക. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പോയ മുഹമ്മദിനെയും സംഘത്തെയും അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് നിനക്കറിയാം അല്ലാഹ് ആരാണ് സത്യത്തിന്റെ ആളുകളെന്ന്. ആ സത്യത്തിന്റെ ആളുകളെ നീ വിജയിപ്പിക്കണമേ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അബൂജഹൽ. അതും കൂടെ നിർത്തിയോ? ഇല്ല. പിന്നീട് അവരുടെ പ്രാർത്ഥന അവരുടെ ആരാധ്യന്മാരായ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ അവർ നിലനിർത്തി. ആളുകൾ ബദറിൽ വന്ന് തമ്പടിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹ് കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞത്, സംഗതി നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യം ഇവിടെ പാളിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച അബൂ സുഫിയാനെയും സംഘത്തെയാണ്. പക്ഷെ നമ്മളെ മുമ്പിൽ ഇപ്പോ നമ്മളെക്കാൾ എത്രയോ ഇരട്ടിയുള്ള ഒരു സൈന്യം വന്ന് നിൽക്കുക. മുഹാജിറുകളായ മക്കയിൽ നിന്ന് റസൂലുള്ളാഹിയോടൊപ്പം ഹിജറ ചെയ്തു വന്ന ആ നേതാക്കന്മാരെ റസൂലുള്ളാഹി വിളിച്ചു. അവരോട് പറഞ്ഞു, നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഉദ്ദേശിച്ചത് അബൂ സുഫിയാനും സംഘമാണ്. പക്ഷെ അവര് പോയി, നമുക്കതിന് പകരം കിട്ടിയിട്ടത് വലിയൊരു സൈന്യത്തെയാണ്. എന്താ ചെയ്യേണ്ടത്? ആ മുഹാജിറുകളായ നേതാക്കന്മാർ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹുവിലും നിങ്ങളിലും വിശ്വസിച്ച് ഞങ്ങളുടെ സർവ്വതും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരാ ഞങ്ങള്. നിങ്ങൾ എന്താണോ ഞങ്ങളോട് പറയണത് അത് കേട്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകൂല. നിങ്ങളവിടെ വിട്ടു പോണ പരിപാടിയില്ല. അതുകൊണ്ട് എന്താ നിങ്ങൾ തീരുമാനിക്കണത്, ആ തീരുമാനം ഞങ്ങൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിൽ അവരെ സഹായിച്ച അൻസ്വാരികളായ നേതാക്കന്മാരെ വിളിച്ചു. അവരോടും ഈ കാര്യം പറഞ്ഞു. നമ്മൾ വന്ന കാര്യം ഇതാ അവിടെ മാറിപ്പോയിരിക്കുകയാണ്. എന്താ നമ്മൾ തീരുമാനിക്കേണ്ടത്? എന്ത് തീരുമാനമെടുക്കണം? അൻസ്വാരികളായ അവര് പറഞ്ഞു, നബിയേ, നിങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന്. അതിലൊരു മാറ്റവും ഇല്ലട്ടോ. നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് കൺകുളിർമ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടാവുന്ന അതൊരു വലിയ സപ്പോർട്ടാണ്. റസൂലുള്ളാഹി മാനുഷികമായി ചെയ്തു വെക്കാനുള്ളതൊക്കെ ചെയ്തു വെച്ചു, ഒരുക്കി വെച്ചു. മുഹാജിറുകളെ ഒരുക്കി, അൻസാരികളെ ഒരുക്കി, അവരോട് കാര്യം ബോധ്യപ്പെടുത്തി. അവിടെ എങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാണ്. എന്നിട്ട് ആ ടെന്റിന്റെ പുറത്തും കൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹി കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവേ, നീ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. ആ സഹായം ഈ ബദറിൽ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ലഭിക്കണം.
അള്ളാഹുവെ ഞങ്ങൾക്ക് സഹായം ലഭിക്കണം. ഇത് ആവർത്തിച്ച് റസൂലുള്ള പറയാ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, റബ്ബേ ഈ ഒരു കൊച്ചു സംഘം ഇവരാൽ ഇവിടെ ചെയ്ത് അവസാനിക്കുകയാണെങ്കിൽ, ഈ സൈന്യത്തിന് മുമ്പിൽ ഈ ചെറിയ ഒരു സംഘം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ, ഫലം യഅ്ബുദു ഫിൽ അർദ്, ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കുന്നവർ ബാക്കിയില്ല കേട്ടോ. പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ ബാക്കിയില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടാ അല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ റസൂൽ അത് എടുത്തു പറയാ. അതുകൊണ്ട് അള്ളാഹുവെ സഹായിക്കണം, അള്ളാഹു നീ സഹായിക്കണം. ഇസ്തിഗാസയാണ് അവിടെ നടന്നത്, സഹായത്തേട്ടമാണ് നടന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമുക്ക് തിരിച്ചു പറഞ്ഞു തരുന്നത് ഇത് തസ്തഗീസൂന റബ്ബക്കും, സൂറത്തു അൻഫാലിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെ എടുത്തു പറഞ്ഞു, തസ്തഗീസൂന, നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത ആ സന്ദർഭം എന്നാണ്. പ്രാർത്ഥന അങ്ങനെ കൂടിയപ്പോൾ റസൂലുള്ള ഉടുത്തൊരു മുണ്ടുണ്ട്, പുറമെ റസൂലുള്ള തോളിലൂടെ പുതച്ച ഒരു മുണ്ടുണ്ട്. അതിൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ച് റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥയിൽ ഈ തോളിലിട്ടിരുന്ന മുണ്ട് താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് കരയുന്ന സ്വഭാവക്കാരനാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ച തീരെ സഹിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഓടി വന്നു ഈ മുണ്ട് താഴെ വീണ് കണ്ടപ്പോൾ. ആ മുണ്ടെടുത്ത് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നബിയെ കഫാക്ക്, മതിയാക്കിക്കളി, അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹ് നമ്മളെ സഹായിക്കും. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കാതിരിക്കോ? അതുകൊണ്ട് അള്ളാഹ് നമ്മളെ സഹായിക്കും നബിയെ, നിങ്ങൾ പ്രാർത്ഥന നിർത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു. സഹോദരങ്ങളെ, മക്കയിൽ നിരന്തരം ശല്യപ്പെടുത്തിയ ആളുകൾ എന്തിന്റെ പേരിലാ? അവർ ശല്യപ്പെടുത്തുന്നതിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ള മക്കക്കാരനായിരുന്നല്ലോ, അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു മുഹമ്മദിനെ. പക്ഷേ അവരുടെ ഇഷ്ടം മുഴുവനും പോയത്, മാറിയത് അള്ളാഹു മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ്. അത് മാത്രം അവർക്ക് സഹിച്ചില്ല. അപ്പൊ ഈ അപ്പുറത്ത് നിൽക്കുന്ന, ബദറിൽ വന്ന് നിൽക്കുന്ന സംഘത്തില് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ അമ്മയ്യാക്കന്മാരുണ്ട്. ആ നിൽക്കുന്നവരുടെ കൂട്ടത്തിലെ ആളുകളിൽ ഇപ്പുറത്ത് അവരുടെ വാപ്പമാരുണ്ട്, എളാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട പലരും അപ്പുറത്തൊക്കെ ഉണ്ട്. എന്തിനാ ഇവർ ഏറ്റുമുട്ടുന്നത്? എന്തിന്റെ കാര്യത്തിലാണ്? ഒരു കൂട്ടർ അള്ളാഹു മാത്രം മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഒരു സഹായിയായിട്ട് അള്ളാഹ് മതി, മറ്റോരോ അള്ളാഹ് മാത്രം പോരാ, അള്ളാഹ് മാത്രം പോരാ. നമ്മുടെ വാപ്പാന്മാരായി വിളിച്ചു തേടിയിരുന്ന ലാത്ത വേണം, ഉസ്സ വേണം, ഹബ്ല് വേണം, മനാത്ത വേണം, ഇബ്രാഹിം വേണം, ഇസ്മായിൽ വേണം. ഇവര് പറയുന്നത് അവരാരും നിങ്ങളുടെ വിളിക്കുത്തരം ചെയ്യുന്നവരല്ല, അവരെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. ഈ രണ്ടു ആദർശമാണ് അവിടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് വന്നത്. വ്യക്തിപരമായ, കുടുംബപരമായ ഒരു തർക്കമോ ഒന്നും അവിടെ നടന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മതി എന്ന റസൂലുള്ളാഹിയും സംഘവും അവരത് പോരുന്നു. ഈ രണ്ട് വിഭാഗമാണ് അവിടെ ഏറ്റുമുട്ടിയത്, ഈ രണ്ട് ആദർശമാണ് അവിടെ ഏറ്റുമുട്ടിയത്. അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യം പറഞ്ഞ റസൂലുള്ളാഹിയുടെ സംഘമാണ് വിജയിക്കുന്നത്. ഈ ബദറിൽ സംഘടിച്ച ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് പള്ളികളിൽ പോത്തിനറക്കും, മാംസം ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും, അത് വിതരണം ചെയ്യും. അപ്പൊ ഈ ബദറിന്റെ പേരിൽ ഇങ്ങനെ ഒരു മാംസ വിതരണം ഉണ്ടോ? സത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റൂല. മൃഗത്തെ അറുത്തിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബദറിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആരാണ് ചെയ്തത്? റസൂലുള്ളാഹി സംഘവുമാണോ? അല്ല, ചെയ്തത് മുശ്രിക്കുകളാണ്. ഓരവിടെ മാംസം മൃഗത്തെ കൊടുത്ത് അറുത്തിട്ടുണ്ട്, മാംസം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബദറിനെ സ്മരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും പോത്തിനെയോ കാളയോ ആടിനോ അറുക്കുന്നുണ്ടെങ്കിൽ അവരത് റസൂലുള്ളാഹിയുടെ അനുസ്മരണ ആ ബദറിലേക്ക് എത്തൂല. അവര് ഈ മുശ്രിക്കുകളുടെ അനുസ്മരണ ബദറിലേക്ക് എത്തുള്ളൂ. കാരണം അവർക്കേ മൃഗങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അറക്കാനും ഉണ്ടാക്കാനും ഒക്കെ. നന്നായിട്ട് കുടിക്കാനും ആടാനും പാടാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവർ വന്നിട്ടുള്ളത്. നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട്
നൃത്തം ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളെ പ്രത്യേകം അവർ കൊണ്ടുവന്നിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു, മാംസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. അപ്പൊ ഇന്ന് അതേപോലെ മാംസം ഉണ്ടാക്കി നല്ല അങ്ങനെ പാട്ടൊക്കെ പാടി ബെയ്ത്തൊക്കെ പാടി ഇങ്ങനത്തെ പാട്ട് കേൾക്കാം നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ. നമ്മളെ പള്ളികളൊക്കെ ഇത് കേൾക്കാം. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണയാ റബ്ബന ദണ്ണം വബാവാസൂരി. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇനിയിപ്പോ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പള്ളികൾ കേൾക്കും. ഇതിനൊക്കെ ചരിത്രപരമായിട്ട് അള്ളാഹു അല്ലാത്തവരോട് ഈ തേട്ടം തേടിയ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുശ്രിക്കുകളിലേക്കാണ് അതിന്റെ സനദത്ത് അന്വേഷിച്ചെന്നാൽ ഈ ചെയ്യുന്ന ആളുകളും അവരും കൂടി നല്ല ബന്ധമുണ്ട്. അതിൽ അള്ളാഹ് മാത്രം പോരാ എന്ന് പറയുന്നവരാണ് ഇന്ന് ഈ മൃഗത്തെ അറക്കുന്നതും ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നതും ഈ പാട്ടുകൾ പാടുന്നതൊക്കെ. അള്ളാഹു മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും കിട്ടാത്ത ആൾക്കാർ. അള്ളയും വേണം, ബദരീങ്ങളെയും വിളിക്കണം, അള്ളയും വേണം, മമ്പർത്തങ്ങളെയും വിളിക്കണം, അള്ളയും വേണം, മൊയ്തീൻ ശൈഖിനെയും വിളിക്കണം. ഇത് പറ്റൂല എന്ന് പറഞ്ഞ ആളുകളാ ബദരീങ്ങള്. അള്ള വേണം, അള്ള മാത്രം മതി, അതിനപ്പുറം വേറെ ആരും വേണ്ട, അത് അവർ വിളിച്ചാൽ അവർ കേൾക്കൂല, അവർ സഹായിക്കൂല എന്ന് പറഞ്ഞതിന്റെ ശക്തമായ ആ ഒരു ആദർശത്തെ നിലനിർത്തിയ ബദരീങ്ങളെ പോലും പരിഹസിക്കുക. പള്ളികളിൽ കയറിയിട്ട് എന്താ പറയുന്നത്? ബദരീങ്ങളെ, ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിനൊക്കെ നിങ്ങൾ പരിഹാരം തരണം ബദരീങ്ങളോട്. അവർ പള്ളിയിലേക്ക് ഈ ബദറീത്ത് ചെല്ലാൻ കയറി വരുമ്പോൾ പുറത്ത് അഴിച്ചു വെക്കുന്ന ചെരുപ്പ് ഏറ്റവും ചുരുങ്ങിയത് 500 രൂപന്റെ മേലെ വിലയുള്ള ചെരുപ്പാണ്. അവരുടുത്ത വസ്ത്രം ആയിരങ്ങൾ വിലയുള്ള വസ്ത്രമാണ്. അതുപോലത്തെ എത്രയോ വസ്ത്രം വീട്ടിൽ അൽമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാ, ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ട്. അവർ വന്നിട്ടാണ് പള്ളിയിൽ വന്നിട്ട് ബദരീങ്ങളോട് പറഞ്ഞത്, ഏത് കാലിൽ ചെരുപ്പില്ലായിട്ടില്ലാത്ത ബദരീങ്ങളോട്, ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിട്ടില്ലാത്ത ബദരീങ്ങളോട്, വേണ്ട വിധത്തിൽ നല്ലപോലെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ലാത്ത ആ ബദരീങ്ങളോട് ചോദിക്കണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ കഷ്ടപ്പാടൊന്ന് തീർത്തു തരണം കേട്ടോ. ആ പാട്ടുകളാ വരികളായിട്ട് പാടുന്നത്. ഇത് പരിഹാസ്യമാണ്, ബദരീങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്, മാത്രവുമല്ല ഷിർക്കുമാണ്. ബദരീങ്ങൾ പറഞ്ഞ നാളെ മഹ്ശറയിൽ ഈ ബദരീങ്ങളോട് അള്ളാഹു ചോദിക്കും, അല്ല നിങ്ങളാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വിളിച്ചു തേടാൻ ഒരു ആപത്തുണ്ടാവുമ്പോ? കാരണം അത് ഉറപ്പാ. ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നു, ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആൻ പറഞ്ഞു, ഈസാ നബിയോട് ചോദിക്കും, ഈസാ നീയാണോ നിന്റെ മാതാവിനെയും നിന്നെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ജനതയോട് പറഞ്ഞത്? ഈസാ നബി പറഞ്ഞു, അല്ലാഹ് നീ എന്നോട് പറയാത്തൊരു കാര്യം എങ്ങനെ ഞാൻ ആ ജനതയോട് പറയും? ഞാൻ അവരോട് പറഞ്ഞത് നിന്നെ മാത്രം ആരാധിക്കാനാ. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന്, എന്നെ നീ തിരിച്ചെടുത്തതിനു ശേഷം അവരെന്തു ചെയ്തു എന്നത് ഞാൻ അറിയില്ല. ഇതേ ചോദ്യം ബദരീങ്ങളോടും അമ്പർത്തങ്ങളോടും മദീശങ്ങളോടൊക്കെ അള്ളാഹ് ചോദിക്കൂലേ? നിങ്ങളാണോ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങളെ വിളിച്ചോളിന്ന്? അവര് പറയും, അല്ലാഹുവേ ഞങ്ങളെങ്ങനെ പറയാനാ, ഞങ്ങളെങ്ങനെ പറയും അവരോടത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളത് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ബദരീങ്ങളായത് എന്ന് അവർ തിരിച്ചു പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ ഈ ഒരു ബദർ എന്ന് പറയുന്നത് തൗഹീദിന് ഏറ്റവും ശക്തമായിട്ടുള്ള നല്ല ഒരു കാലുറപ്പ് കിട്ടിയ, സത്യവും അസത്യവും വിജയിച്ച യൗമുൽ ഫുർഖാൻ എന്നാണ് ബദറിന്റെ ദിവസത്തെ വിളിക്കുക. ആ ദിവസത്തെ സത്യാസത്യ വിജയ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയ ദിവസം, ആ സമരം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ ബദറിൽ സന്ദേശമായിട്ട് നമുക്ക് വേണ്ടത് ബദരീങ്ങളോടൊപ്പമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, മുഹമ്മദ് റസൂലുള്ളയോടൊപ്പമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അള്ളാഹു മാത്രം മതി എന്ന് പ്രഖ്യാപിച്ചവരാണവർ. അതിനു വേണ്ടിയിട്ട് നാടൊക്കെ വിട്ടു പോകുന്നത്, എല്ലാം ഒഴിവാക്കി പോകുന്നത്, അതിനു വേണ്ടിയിട്ട് അവർ ബദറിലേക്ക് പോയത്, അതിനു വേണ്ടിയിട്ട് അവർ ഉഹദിലേക്ക് പോയത്, ഖന്തക്കിൽ പോയതും അത് നിലനിർത്താനാ. അതൊക്കെ ഇപ്പോൾ ആളുകളുടെ ചൂഷണത്തിന്റെ ഭാഗമായി മാറുക. നോക്കി എത്ര സ്ഥലത്താ ബദരീങ്ങളെ പേരിൽ പെട്ടി, ബദരീങ്ങളെ പേരിൽ നേർച്ചപ്പെട്ടി, എന്നിട്ട് അതിൽ പൈസ ഇടുക. എന്തൊരു വിരോധാഭാസമാണ് ഇത്. ആ ബദരീങ്ങളെ എന്താ പേര് വിചാരിച്ചിട്ടുള്ളത്? ഒരു പെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് ആൾക്കാരെ പണം ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ബദരീങ്ങളെ പേരില്ല. ഈ ബദരീങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. ഇന്നും പല ഉപ്പമാരും ഉമ്മമാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബദരീങ്ങൾ ഉപ്പാപ്പാന്നാ, ഏതോ ഒരു ഉപ്പാപ്പയാണെന്നാ ബദരീങ്ങൾ. അങ്ങനെ വിളിക്കുന്ന ആളുകളുണ്ട്, ബദരീങ്ങൾ ഉപ്പാപ്പ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ചോദിച്ചു നോക്കുകയാണെ ആരാ ബദരീങ്ങളെന്ന് ഇന്നും പല ഉമ്മാർക്കും അറിയില്ല. എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല, അവരെന്തിനു ബദറിൽ പോയി എന്നറിയില്ല, അവരെങ്ങനെ ബദരീങ്ങളായി എന്നറിയില്ല. പക്ഷെ വിളിയില് ഒരു കുറവില്ല ബദരീങ്ങളെ. എന്തുകൊണ്ടാണ്?
അവർക്ക് ബദറിന്റെ സന്ദേശം അറിഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ദഅവത്ത് 13 വർഷം മക്കയിൽ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല. 10 വർഷം മദീനയിൽ എങ്ങനെ റസൂലിന്റെ ദഅവത്ത് നടത്തിയെന്ന് അവർക്കറിയില്ല. അവർക്കാകെ അറിയാം ഈ കുറച്ച് പാട്ടുകളും ബെയ്ത്തുകളും. കാരണം എന്താ? അവരിൽ നിന്ന് ഖുർആനിനെ വിലക്കി, ഖുർആനിനെ തടഞ്ഞു. ഖുർആൻ പഠിക്കരുത്, അത് വായിക്കരുത്, മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ അടുത്ത് എത്തിക്കുക. അവരത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, പഠിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കുക. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി അതിന്റെ അർത്ഥം അറിഞ്ഞ ഒരാളും പിന്നെ അവർ ബദരീങ്ങളോട് തേടൂല, പിന്നെ ഒരാളോടും തേടൂല. അവരവരുടെ റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. കാരണം അതിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നത് അള്ളാഹിനോട് മാത്രം തേടിയതാ. മുസാ നബിയുടെ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം തേടിയതാ. ഈസാ നബിയുടെ പറയുന്നത് അള്ളാഹിനോട് മാത്രം തേടിയതാ. മുഹമ്മദ് റസൂലുള്ള നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്നാ പറയണത്. അങ്ങനെ നൂറുകണക്കിന് പ്രാർത്ഥന റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ പ്രാർത്ഥനയിലൊന്നും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലും വ്യക്തിയിലേക്കുമുള്ള പ്രാർത്ഥനകളില്ല. അവസാനിപ്പിക്കുമ്പോൾ ഈ ബദറിന്റെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. എന്തെന്നറിയോ? ആ ബദറിൽ അന്ന് അടരാടിയ റസൂലുള്ളയും സഹാബത്തും എടുത്ത തീരുമാനത്തോടൊപ്പമാണ് നമ്മൾ. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. എത്രത്തോളം ആ ബദറിൽ മാനുഷികമായിട്ട് തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരെയൊക്കെ റസൂലുള്ള ശരിയാക്കി നിർത്തി. അവർ നിൽക്കേണ്ട സ്ഥലം പോലും ചില ആളുകൾ പറഞ്ഞതിനനുസരിച്ച് മാറ്റി. ചില സഹാബിമാരുടെ അഭിപ്രായ പ്രകാരം ചോദിച്ചു, അള്ളാന്റെ വഹി പ്രകാരമാണോ നബിയെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടുത്തെങ്ങാട്ടി കുറച്ചും കൂടി നമുക്ക് മെച്ച അപ്പുറത്താണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ തീരുമാനം റസൂൽ സ്വീകരിച്ചു. അതൊക്കെ ഉണ്ടായി. അതിനപ്പുറം ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കുറച്ച് ജിന്നുകളൊക്കെ വരാറുണ്ടായിരുന്നു എന്ന് അള്ളാഹ് എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഓരെയും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലൊക്കെ അറിയാം, റസൂലുള്ളാന്റെ ക്ലാസ് എടുക്കുന്നത് ജിന്നുകൾ കൂട്ടമായിട്ട് വന്നിരുന്ന നഫറും മിനൽ ജിന്നാണ്. അവർ വന്നിരുന്നു. ഏതായാലും ബദറല്ലേ, നമുക്ക് മാത്രം ചിലപ്പോൾ ഇത് കൂട്ടിയാൽ കൂടൂല, ആ ജിന്നുകളും കൂടി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ആരെയും വരുമോ നോക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വാദമൊക്കെയും ഈ ശിർക്കിലേക്കുള്ള വാദമാണ്. ഈ മനുഷ്യരെ മറ്റുള്ള പല മഹാന്മാരെയും വിളിക്കുന്ന അതേ വാദമാണ്. ആ വാദവും ഒരു കാരണവശാലും നമുക്കൊരു പ്രതിസന്ധി ഉള്ളിടത്ത്, ഒരു പ്രശ്നമുള്ളിടത്ത് ജിന്നുകളെ വിളിക്കാനുള്ള ഒരവസരവും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ലഭിക്കൂല, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് ലഭിക്കൂല. അതൊക്കെയും പിന്നീട് വന്നിട്ടുള്ള ഷിർക്കിന്റെ വല്ലാത്ത ഒരു അപകടകരമായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ബദരീങ്ങളോടൊപ്പം ആ ബദരീങ്ങൾ എടുത്ത തീരുമാനം അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മതി. അതാണ് വിജയത്തിൻ്റെത്, അതാണ് നമ്മുടെ മഗ്ഫിറത്തിൻ്റെത്, അതാണ് നമ്മുടെ പരലോകത്തിൻ്റെത്. ഒക്കെയും അവർ എടുത്ത ആ റസൂൽ അവരെ പഠിപ്പിച്ച ആ തീരുമാനമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനോടൊപ്പം നിലകൊള്ളണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ദിക്റുകൾ, ഞങ്ങളുടെ ദുആകൾ, ഞങ്ങളുടെ പരിശ്രമങ്ങൾ, ഞങ്ങളുടെ സദഖകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവേ നാളെ മഹ്ശറയിൽ ഒന്നും നഷ്ടപ്പെടാതെ അള്ളാഹുവെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അള്ളാഹുവെ അത് കാരണമാക്കി നമുക്ക് നീ നൽകണേ അള്ളാഹുവെ. രോഗങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് നോമ്പൊഴിവാക്കിയ നമ്മുടെ സഹോദരന്മാർ, അവർ നൽകുന്ന ഫിദിയ അള്ളാഹുവെ അവർക്ക് നോമ്പിന് സമാനമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. നാളെ മഹ്ശറയിൽ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന നിന്റെ ഇഷ്ടജനങ്ങളിൽ ഞങ്ങളെയും ചേർക്കണേ അള്ളാഹുവെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ രോഗത്തിന് നൽകുന്ന ചികിത്സ, അവരുടെ പരിപൂർണ രോഗശമനത്തിന് അള്ളാഹുവെ അവരെ നീ സഹായിക്കണേ അള്ളാഹുവെ. ആരോഗ്യത്തോടുകൂടി കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന ആ ഒരു സാഹചര്യം ആ പാവം ജനങ്ങൾക്ക് അള്ളാഹുവെ നീ എളുപ്പത്തിൽ എത്തിക്കണേ ഈ പരിശുദ്ധ റമളാനിൽ നിന്നോട് പ്രാർത്ഥിക്കുന്ന പശ്ചാത്തപിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹുവെ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ ഈമാനോടുകൂടി തൗഹീദോടുകൂടി മുഅ്മിനായി മുത്തഖിയായി അള്ളാഹുവെ നിന്നെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.